Good afternoon, everyone. In the last class, we have discussed about the different types of thinking: creative thinking, critical thinking. What is the difference between creative and critical thinking, and also what is divergent and convergent thinking. Okay. Then next we can discuss about the functions of left and right brain. The functions of left and right brain. This is called cognitive functions. Cognitive functions of left and right brain. എന്താ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിജ്ഞാനപരമായ എന്നൊക്കെ നിങ്ങൾ പറയില്ലേ, ഈ അറിവ് അല്ലെ, അതിനെയാണ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് ബ്രെയിൻ്റെ റൈറ്റ് ബ്രെയിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൗണ്ട് കട്ടാവുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്നാണ് അങ്ങനെ പറയാം. കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ടേം കേട്ടോ, വിജ്ഞാനപരമായിട്ട് എന്നൊക്കെ പറയുന്നത് കോഗ്നിറ്റിവിറ്റി എന്ന് പറയും. ഓക്കെ, അവർ ഹ്യൂമൻ ബ്രെയിൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 hemispheres, the left and right hemisphere, okay, which are connected by a tissue of band is called corpus callosum. You can see one figure here. This is the 2 parts of our brain. Okay, our brain can be divided into 2 hemispheres. This is a very important topic. So human brain can be divided into 2 hemispheres. A sphere can be divided into two left and right hemisphere. So it is connected by a tissue. It is connected by a tissue that is called corpus callosum. Corpus callosum. The left side of our brain that controls right side of our body. Left side of our brain controls right side of our body, and right side of our brain controls the left side of our body. Right left side name, left right side name, opposite ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ ബ്രെയിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ഹെമിസ്ഫിയർ എന്നാ പറയാ, ഓരോ പാർട്ടിനെയും ഹെമിസ്ഫിയർ എന്നാ പറയാ. അപ്പൊ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. അപ്പൊ എന്താണ് സംഭവം, ഇവരെ രണ്ടാളെയും കണക്ട് ചെയ്യുന്ന ആളെ പറയുന്ന പേരെന്താ, കോർപ്പസ് കലോസം. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഓഫ് അവർ ബോഡീനെ കൺട്രോൾ ചെയ്യും, ആൻഡ് വൈസ് വേഴ്സ, റൈറ്റ് സൈഡ് ലെഫ്റ്റിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, ദേ ആർ same in size, almost same in size. 2 parts are almost same in size. The 2 hemispheres are associated with different types of cognitive functions. രണ്ട് പാർട്ടും 2 type of functions ആണ് പെർഫോം ചെയ്യുക. Okay, these 2 parts can be associated with or function with different type of cognitive functions. Left brain associated with rational and sequential thinking. Left side associated with rational and sequential thinking. Right side, it is associated with intuitive thinking. Intuitive and non-linear thinking. Right side എന്താണ്, ഇൻറ്റ്യൂട്ടീവും നോൺ ലീനിയർ തിങ്കിങ് ആണ്. എന്താ ഡിഫറൻസ്? ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷണൽ ആണ്, സീക്വൻഷ്യൽ ആണ്. അതായത് സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, ഓർഡർ വൈസ് ആണ് അല്ലേ, ഓർഡർ വൈസ് ആണ്. അപ്പോൾ അത് അറേഞ്ച്ഡ് മാനറിൽ വർക്ക് ചെയ്യുന്നതാണ്. റൈറ്റ് സൈഡ് എന്താണ്, ഇൻറ്റ്യൂഷൻ മാത്രമല്ല നോൺ ലീനിയർ ആണ്, നോൺ സീക്വൻഷ്യൽ ആണ്. അവിടെ അറേഞ്ച്മെന്റ് ഒന്നുമില്ല, അല്ലെ ഓർഡർ ഒന്നുമില്ല. ഫസ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് വൺ ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടാവുക. സോ റൈറ്റ് സൈഡ് എന്താണ്, അസോസിയേറ്റഡ് വിത്ത് ഇൻറ്റ്യൂട്ടീവ് ആൻഡ് നോൺ ലീനിയർ തിങ്കിങ്. One side will be typically more dominant and we tend to process information using that side. ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണിന്റെയും ഒരു സൈഡ് എന്ന് പറയുന്നത് മോർ ഡൊമിനന്റ് ആയിരിക്കും, ഐദർ ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ്. അത് കുറച്ച് നല്ല എന്താ പറയാ, ഷാർപ്പായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഏതെങ്കിലും ഒരു സൈഡ് വളരെയധികം ഷാർപ്പനായിരിക്കും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എല്ലാ ഇൻഫർമേഷൻ ആ സൈഡായിരിക്കും കംപ്ലീറ്റ് നമ്മുടെ ആ സൈഡിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക.
In each individual, one side will be more dominant and tend to process information using that side. ഏതെങ്കിലും ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒരു സൈഡാണ് കൂടുതലായിട്ട് ഷാർപ്പണായിട്ട് ഉണ്ടാവുക. അപ്പം ആ സൈഡിലെ കാര്യങ്ങളായിരിക്കും കുറച്ച് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതർ സൈഡ് കുറച്ച് വീക്കായിരിക്കും. അതർ സൈഡ് എന്തായിരിക്കും? കുറച്ച് വീക്കായിരിക്കും. Each side of the brain can be work independently. Okay, the brain function more efficiently when both parts work together. Left brain abilities have higher priority in education. Left side higher priority in education and hiring process, and thinking and learning process become more efficient and both in right side. Thinking and learning process എവിടെയാണ്? റൈറ്റ് സൈഡിലും എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ എവിടെയാണ്? ലെഫ്റ്റ് സൈഡുമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് സൈഡും ഓക്കെ ആണെങ്കിലാണ് ഹ്യൂമൻ ബ്രെയിൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു സൈഡ് എല്ലാവരും കുറച്ച് സ്ട്രോങ് ആയിരിക്കും, കുറച്ച് മറ്റേ സൈഡ് കുറച്ച് വീക്ക് ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. ഈ ലെഫ്റ്റ് സൈഡാണ് ഈ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. റൈറ്റ് സൈഡ് എങ്ങനെയാണ്? ഈ ലേണിംഗ് പ്രോസസ്സ്, തിങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റൈറ്റ് സൈഡ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബട്ട് ലെഫ്റ്റും റൈറ്റും ഒരു ബാലൻസ്ഡ് മാനറിൽ എങ്ങനെ പോകണം? ഒരു ബാലൻസ്ഡ് മാനറിൽ പോകണം. എങ്കിൽ മാത്രമേ ഹ്യൂമൻ ബ്രെയിൻ എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ട് സൈഡും ഓക്കെ ആവണം. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. യു ക്യാൻ സീ ദിസ് ഫിഗർ. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ? അനാലിസിസ്, ലോജിക്, ഐഡിയ, ഫാക്ട്സ്, മാത്സ്, ട്രെയിനിങ് എന്നൊക്കെ 10 കാണാം. റൈറ്റ് സൈഡിലോ ക്രിയേറ്റിവിറ്റി, ഇൻറ്റ്യൂഷൻ, ആർട്സ്, ക്രിയേഷൻ, ഫീലിംഗ്സ്, ഇമാജിനേഷൻ. ക്രിയേറ്റിവിറ്റിയാണ് കൂടുതൽ റൈറ്റ് സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ലെഫ്റ്റ് സൈഡിലോ കൂടുതലായിട്ടും എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. ഈ അനാലിസിസ്, ലോജിക്, മാത്സ് എന്നൊക്കെ പറയുന്നത് എന്താ? എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലേ. നോളജ് വൈസ് കൂടുതൽ എവിടെയാണ്? ലെഫ്റ്റ് സൈഡിൽ. കുറെ ക്രിയേറ്റിവിറ്റി വർക്ക്ഔട്ട് ചെയ്യുന്ന എവിടെയാണ്? റൈറ്റ് സൈഡിൽ. നമുക്ക് എന്തൊക്കെ ഡിഫറൻസ് ഉള്ളത് നോക്കാം. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദി ബ്രെയിൻ. Left brain, it is responsible for 3R. 3R. What are they? Reading, writing, and arithmetic. Left side is responsible for 3R's. What are they? Reading, writing, and arithmetic. Right side of the sensory and spatial synthesizing part. കൂടുതൽ ഫീലിങ്സിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് എന്താ പറഞ്ഞത്? റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക് ആണ്. എല്ലാം നോളജ് ബേസ് ഇംപ്രൂവ് ആയിട്ടില്ല അല്ലെ. റീഡ് ചെയ്യാൻ, റൈറ്റ് ചെയ്യാൻ. അരിത്മെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് സെൻസറി, സ്പേഷ്യൽ, സിന്തസൈസിങ് പാർട്ട്, ഫീലിങ്സ്, അതുപോലെ ക്രിയേറ്റിവിറ്റി, ഐഡന്റിഫിക്കേഷൻ, അങ്ങനെയുള്ളതൊക്കെ ആര് ചെയ്യും? റൈറ്റ് സൈഡ് പെർഫോം ചെയ്യും. നെക്സ്റ്റ് വൺ, ലെഫ്റ്റ് ബ്രെയിൻ പ്രോസസ് ഇൻഫർമേഷൻ ലീനിയർലി. Linearly means arrange piece of data logically before reaching to conclusion. Before reaching to conclusion, we can collect different parts of information and it goes to one conclusion. ഒരു ഇൻഫർമേഷൻ ഒരുപാട് പാർട്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ എന്ത് ചെയ്യും? ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരും. ഇൻഫർമേഷൻ പ്രോസസ് ലീനിയർലി, അതാണ് അവിടുത്തെ സെന്റൻസ്. ലീനിയർലി, സീക്വൻഷ്യലി, ഓർഡറിലാണ്. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണ്, തേർഡ് ഏതാണ്, ആ ഓർഡർ വൈസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ബട്ട് റൈറ്റ് സൈഡോ ഇൻഫർമേഷൻ പ്രോസസ് ഹോളിസ്റ്റിക്കലി, proceed from answer to detail. That means whole to part. ഫൈനൽ ആൻസറിനാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റൈറ്റ് സൈഡ്. ഫൈനൽ ആൻസർ അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യലാണ്. ആ ഫൈനൽ ആൻസറിൻ്റെ അകത്തുനിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. അതാണ് ആര് ചെയ്യുന്നത്? റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ ചെയ്യുന്നത്. ഇൻഫർമേഷൻ നോൺ ലീനിയർ ആയിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക അല്ലെ പ്രോസസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, തേർഡ് വൺ, left side controls feelings and emphasize logic. Control feelings and emphasize logic. Right side of acknowledging feelings and emotion. Control feelings എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീലിങ്സ് ഉണ്ടാവുമല്ലേ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ചിരിക്കാം, ചിലപ്പോൾ കരയാം. അത് ഓരോ കൺട്രോൾ ചെയ്തിട്ടാണ് പെർഫോം ചെയ്യാൻ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡ് ഹെൽപ്പ് ചെയ്യും. ബട്ട് നമ്മളത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. ചിരിക്കണം തോന്നുമ്പോൾ റൈറ്റ് സൈഡ് ഓഫ് അവർ ബ്രെയിൻ മോർ വിജിലന്റ് ആയിട്ട് മാറും.
Okay, then left side, tasks are processed sequentially, complete task in order, respond well to schedules and lists, comfortable with planning and structuring. Already പറഞ്ഞില്ലേ സീക്വൻഷ്യൽ ആയിട്ടാണ് ലീനിയർ ആയിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താണ്? കംപ്ലീറ്റ് ടാസ്ക് ഇൻ ഓർഡർ, ഓർഡർ വെച്ചിട്ടാണ് ചെയ്യുക. ഓരോ ഓർഡറും അറേഞ്ച്മെന്റ്സ് ഉണ്ട് അവിടെ. പിന്നെ റെസ്പോണ്ട് ടു ഷെഡ്യൂൾസ് ആൻഡ് ലിസ്റ്റ്, പ്ലാനിങ് ഉണ്ടാവണം. ലെഫ്റ്റ് സൈഡിന്റെ കാര്യത്തിൽ എന്താണ്? പ്ലാനിങ് ഉണ്ടാവണം, സ്ട്രക്ചേർഡ് ആയിരിക്കണം. റൈറ്റ് സൈഡ്, ടാസ്ക് ആർ പ്രോസസ് റാൻഡംലി, നോട്ട് സിസ്റ്റമാറ്റിക്, ആൻഡ് ചേഞ്ചസ് ഫ്രം വൺ ടാസ്ക് ടു അനദർ. ഇപ്പൊ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതവിടെ വിട്ടിട്ട് വേറൊരു കാര്യത്തിലേക്ക് പോകാം. അത് റൈറ്റ് സൈഡാണ് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വി ക്യാൻ സെലക്ട് അനദർ വൺ. ടാസ്ക് ആർ പ്രോസസ് റാൻഡംലി, ഓർഡർ വൈസ് ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ മൾട്ടിപ്പിൾ ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? അവർ റൈറ്റ് സൈഡ് ഓഫ് അവർ ബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ലെഫ്റ്റ് സൈഡ് skillful in processing data represented by symbols and numbers. Right side, concrete concept. നോളജ് ആണ് ലെഫ്റ്റ് സൈഡ് പറഞ്ഞില്ലേ. അപ്പം ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ നമുക്ക് പലതരം സിമ്പിൾസ് അതുപോലെ കോൺസെപ്റ്റ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവും ഓരോ പാർട്ടും. അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾസോ നമ്പേഴ്സ് ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷെ റൈറ്റ് സൈഡിൽ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു വേഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു വേഗ് ഐഡിയ, എവിടെയോ കേട്ടു മാറുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഒരു ടൈപ്പ്. ഓക്കെ, അപ്പോൾ സ്കിൽഫുൾ അറ്റ് പ്രോസസിങ് കോൺക്രീറ്റ് കോൺസെപ്റ്റ്. കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാവില്ല, ഒരു വേഗ് ഐഡിയ ആയിരിക്കും, ക്ലിയർ ഔട്ട്ലൈൻ ആയിരിക്കില്ല. നെക്സ്റ്റ്, ലെഫ്റ്റ് സൈഡ് ഇസ് ലോജിക്കൽ, ഇറ്റ് സീസ് കോസ് ആൻഡ് എഫക്ട്, ലുക്ക് ഫോർ ലോജിക്കൽ കൺക്ലൂഷൻ when confronting with too many issues. Right side or intuitive, sees the correspondences and similarities. ലോജിക്കൽ ആണ് ലെഫ്റ്റ് സൈഡ് ഹാൻഡിൽ ചെയ്യുക. ലോജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോസും എഫക്റ്റും. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കോസ് എന്താണ്, അതിന്റെ എഫക്ട് എന്താണ്, അത് കംപ്ലീറ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്യുക? ലെഫ്റ്റ് സൈഡ് ബ്രെയിനെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇൻറ്റ്യൂഷൻ ആണ് എവിടെ? റൈറ്റ് സൈഡിൽ. അവിടെ സിമിലാരിറ്റീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചില കോൺസെപ്റ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ, ഇത് അതിനോട് പോസിബിലിറ്റീസ്, ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ഒത്തു നോക്കാൻ പറ്റാറുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? റൈറ്റ് സൈഡ്. ഓക്കെ, ദെൻ ലെഫ്റ്റ് സൈഡ് പ്രിഫേഴ്സ് വാലിഡേറ്റഡ് ആൻഡ് ക്വാണ്ടിഫൈഡ് ഡാറ്റ. റൈറ്റ് സൈഡ് പ്രിഫേഴ്സ് അൺസർട്ടൺ ഐഡിയാസ് ഓർ ഇല്യൂസീവ്. ക്ലിയർ ഐഡിയ ആയിരിക്കില്ല റൈറ്റ് സൈഡിൽ ഒരിക്കലും. ഇവിടെ എന്താണ്? വാലിഡ് ഡാറ്റ ആയിരിക്കും ലെഫ്റ്റ് സൈഡ് ഓൾവേസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, skillful at seeing differences and dissimilarities, works by contrast. Here, skillful at seeing underlying similarities. Then highly verbal, respond better to verbal instruction. Right side, predominantly non-verbal, respond to visual or graphical instructions. കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കി നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ലെഫ്റ്റ് സൈഡ് വിജിലന്റ് ആവുന്നതുകൊണ്ട്. ഇപ്പം ആരെങ്കിലും ടോക്ക് ചെയ്യുമ്പോൾ ഇന്ന ആളാണെന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ, അത് ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ. ഒബ്ജക്ട്സ് ഒക്കെ കാണുമ്പോൾ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഏതായിരിക്കും? റൈറ്റ് സൈഡ് വിജിലന്റ് ആവുമ്പോൾ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഒപ്റ്റിമിസം ആൻഡ് ജോളിനസ്. റൈറ്റ് സൈഡ് ഇമോഷൻ ആൻഡ് പെസിമിസ്റ്റിക്. നമ്മൾ എപ്പോഴും പോസിറ്റിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് എന്താണ്? നെഗറ്റിവിറ്റിയാണ്, പെസിമിസമാണ്. പിന്നെ ഇമോഷനും കാര്യങ്ങളൊക്കെ ഇമോഷണലി ഹാൻഡിൽ ചെയ്യുന്ന ഏത് വിജിലന്റ് ആവുന്നതുകൊണ്ടാണ്? റൈറ്റ് സൈഡ് ഓക്കെ ആവുന്നതുകൊണ്ട്. So these are the differences of left and right brain, or functions, cognitive functions of left and right brain. This is a very important question. Next is that clear? Functions of left and right brain? Clear ആണോ? Okay. Next, critical reading. Critical reading. We already studied critical thinking. Critical thinking. What is critical reading? Critical reading means reading between the lines. Reading between the lines. A critical reader approaches given reading materials like books, magazines, websites, advertisements, something, whatever, with an analytical outlook. He does not take whatever is written at its face value. He actively considers the content and tries to find out the
purpose behind the writing. Any possible biases or conclusions are identified or justified with perfect evidence. Okay, data is presented by some trustful sources and the target audience. എന്താ പറഞ്ഞ critical reading എന്താ? Critical reading means reading between the lines. Reading between the lines. A reader approaches something with an analytical outlook. Reading between the lines. ഇപ്പൊ നമ്മളിപ്പോൾ എന്തെങ്കിലും സെന്റൻസ് എഴുതി, ഇപ്പൊ ഞാനിപ്പോൾ എഴുതിയ PPT നിങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയതായിരിക്കില്ല, ഇതിനുള്ളിലുള്ള എന്തോ ഒരു മീനിങ്, ലൈക്ക് ഇന്നർ മീനിങ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് ഒരു കോൺസെപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ, ഒരു ആർഗ്യുമെന്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ അനലൈസ് ചെയ്യാം. ആ പറയുന്ന ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് അനലൈസ് ചെയ്ത് നോക്കുക. യു ക്യാൻ സീ ബുക്സ്, മാഗസീൻ, വെബ്സൈറ്റ് ഓർ അഡ്വർടൈസ്മെന്റ് വാട്ടെവർ വിത്ത് എൻ അനലിറ്റിക്കൽ ഔട്ട്ലുക്ക്. നമ്മൾ കാണുന്നതല്ല, അതിൽ അനലൈസ് ചെയ്ത് നോക്കുക, എന്താണ് അതിൻ്റെ ഇന്നർ മീനിങ് എന്ന് നോക്കുക. ഓക്കെ, ഡു നോട്ട് കൺസിഡർ ദി ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ മുഖവില എന്ന് പറയില്ലേ, അത് തന്നെ. അതായത് എന്താണ് ഡയറക്റ്റ് ആയിട്ട് പറയാത്തത്, ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ അതിനുള്ളിൽ പറഞ്ഞെന്നുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ റീഡിംഗ്. They actively considers the content and tries to find out the purpose behind the writing. Purpose, എന്തുകൊണ്ടാണ്, അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ എന്താ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഫസ്റ്റ് ഇപ്പോൾ സെന്റൻസ് ഉണ്ട്, ആ സെന്റൻസ് വായിച്ച് അതിൻ്റെ മീനിങ് അല്ല, അതിനുള്ളിൽ അവരെന്താണ് എയിം ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കൺക്ലൂഷൻ വിത്ത് എ പെർഫെക്റ്റ് എവിഡൻസ്. വെറുതെ അതിന്റെ ഇന്നർ വാല്യൂ കണ്ടുപിടിച്ച് പറഞ്ഞാൽ പോരാ, ആ പറയുമ്പോൾ എന്ത് വേണം, അതിന് കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് നമ്മൾ പറയണം, എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു, ആ എവിഡൻസ് അവിടെ ഉണ്ടാവണം. ആൻഡ് വൺ മോർ തിങ്, ഡാറ്റ ക്യാൻ ബി കമ്മിങ് ഫ്രം ദി ട്രസ്റ്റ്ഫുൾ സോഴ്സസ് ആൻഡ് ദി ടാർഗറ്റ് ഓഡിയൻസ്. ട്രസ്റ്റ്ഫുൾ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത്, ആ സോഴ്സ് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കേട്ടു, അല്ലെങ്കിൽ ഒരു ന്യൂസ് കേട്ടു, അത് വാലിഡ് സോഴ്സിൽ ഉണ്ടാകുന്ന പറയുന്ന ന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആ ഇൻഫർമേഷന്റെ പുറകെ പോകുന്നതിന് മുമ്പേ ഇറ്റ് കംസ് ഫ്രം ദി വാലിഡ് സോഴ്സ്. ആൻഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് ദി ടാർഗറ്റ് ഓഡിയൻസ്. എല്ലാ ഇൻഫർമേഷനും എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല അല്ലേ, അപ്പോൾ ഇത് ആര് എയിം ചെയ്തിട്ടാണ് പറഞ്ഞത് എന്ന ടാർഗറ്റ് ഓഡിയൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ ശ്രദ്ധിക്കണം, ക്രിട്ടിക്കൽ റീഡിങ്ങിൽ. വാട്ട് ഈസ് ക്രിട്ടിക്കൽ റീഡിംഗ്? ഇറ്റ് ഈസ് റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ്. A reader approaches a given material with an analytical outlook, and he or she cannot consider the face value, actively considers the content, and find out the conclusion with the justified evidence, and also find out the valid source and the target audience. That is called critical reading. One more thing is that critical reading is a strategic process. Strategic process. We can speed up or slow down the process depends upon the requirements. Okay. Strategic ആണ്, അതായത് ഒരു പ്ലാനിങ്ങോടെ നമുക്ക് ചെയ്യാം ക്രിട്ടിക്കൽ റീഡിംഗ് ഒക്കെ. അപ്പോൾ ആ പ്ലാനിങ് നമുക്ക് ഫാസ്റ്റും ആക്കാം, അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് നമുക്ക് ഫാസ്റ്റും ആക്കാം, അല്ലെങ്കിൽ സ്ലോ ഡൗണും ചെയ്യാം. എങ്ങനെ? ഡിപ്പെൻസ് അപ്പോൺ ദി റിക്വയർമെന്റ് ഓർ ഒബ്ജക്റ്റീവ്. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് മനസ്സിലാവും. ചിലത് ഒരുപാട് ടൈം എടുത്ത് വേണം, റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റിസർച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പം based on the objective we can slow down or speed up the critical reading process. Okay, next is the features of critical reading. Features of critical reading: examine the evidence or arguments presented, check out any influences on the evidence or arguments, check out the limitation of study, design or focus, examine the interpretation made,
decide to what extent you are prepared to accept the other's argument, opinions or conclusion. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്. എവിഡൻസും ആർഗ്യുമെന്റ്സും പ്രസന്റ് ചെയ്യുമ്പോൾ അത് എക്സാമിൻ ചെയ്യണം അല്ലെ, കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ എവിഡൻസിന്റെ ആർഗ്യുമെന്റ്സിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ്, അതായത് അതിന്റെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രൂഫ് ഒക്കെ ഉണ്ടോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യില്ലേ, അതിനെയാണ് ചെക്ക് ഔട്ട് എനി ഇൻഫ്ലുവൻസസ്, എവിഡൻസ് ഓർ ആർഗ്യുമെന്റ്. ലിമിറ്റേഷൻസ്, ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ ലിമിറ്റേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ചലഞ്ചസ്, ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ വാട്ട് ആർ ദി ചലഞ്ചസ്, ഹൗ ഇറ്റ് സോൾവ്, ആ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ. ഇന്റർപ്രിട്ടേഷൻസ്, ഒരുപാട് അസംഷൻസ് ഒക്കെ നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അസംഷൻസ്, ഹൈപ്പോത്തിസിസ് അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ ഓതേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആർഗ്യുമെന്റ്സ് പറയുന്ന ആൾക്കാർ നമുക്ക് ഓതേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാർ. അപ്പൊ പറഞ്ഞ ആൾക്കാർ മീൻസ് അല്ലെങ്കിൽ നമ്മളത് ആ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം കറക്റ്റ് ആണ് അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിട്ടിക്കൽ റീഡിംഗ്. നെക്സ്റ്റ് is multiple intelligence. All the human beings having intelligence, no? So intelligent quotient, IQ, we already studied in first module. So IQ tests have often based on measurement of intelligence. IQ is always based on measurement of intelligence. IQ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നമ്മളിപ്പോൾ മെമ്മറി ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അല്ലെ, അല്ലെങ്കിൽ സ്പേഷ്യൽ റെക്കഗ്നീഷൻ നടത്തുക. ഇതൊക്കെ ഒരു തരത്തിലുള്ള IQ ടെസ്റ്റുകളാണ്. മെമ്മറി ടെസ്റ്റിംഗ്, സോൾവിംഗ് പ്രോബ്ലംസ്, അനലിറ്റിക്കൽ തിങ്കിങ്, സ്പേഷ്യൽ റെക്കഗ്നീഷൻ, these are the type of IQ test for measurement of intelligence. Modern psychologist, Dr. Howard Gardner. He is an American psychologist. He proposed a theory for intelligence that is called multiple intelligence theory. Okay, each human being having intelligence, but it can be varied based on the human beings. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനും എന്തുണ്ടാവും, ഇന്റലിജൻസ് ഉണ്ടാവും അല്ലെ. അത് പേഴ്സണ് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അവരുടെ ഇന്റലിജൻസിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു ഇന്റലിജൻസിനെ വെച്ചിട്ട് ഡോക്ടർ ഹവാർഡ് ഗാർണർ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തു. Howard Gardner is an American psychologist. Okay, there are 8 types of multiple intelligence. 8 types of multiple intelligence. First one, logical mathematical intelligence. Dr. Howard Gardner proposes theory of intelligence that is called the multiple intelligence theory. There are 8 types of multiple intelligence. First one, logical mathematical intelligence. What is that? It refers with working with numbers, logic, patterns, math, and abstract thoughts. What is logical mathematical intelligence? It refers working with numbers, logic, patterns, math, and abstract thoughts. What is abstract thought? Abstract thought means understanding and thinking a complex concept. Understanding and thinking about a complex concept, that is called abstract thought. എന്താ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് പറഞ്ഞാൽ, ഈ ഇന്റലിജൻസുള്ള ആൾക്കാർ എന്താ ചെയ്യുക, അവർക്ക് എപ്പോഴും നമ്പേഴ്സ് ഡീൽ ചെയ്യാനൊക്കെ അവർക്ക് ഇഷ്ടം. നമ്പേഴ്സ് ഡീൽ ചെയ്യാൻ, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, എപ്പോഴും കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അല്ലെ അതിനെ സോൾവ് ചെയ്യാനൊക്കെ ആയിരിക്കും അവർക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഈ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്താ ഈ കോംപ്ലക്സ് കോൺസെപ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ abstract തോട്ടിന് ഹ്യൂമറാണ്. ഈ കൊമേഡിയൻസ് ഒക്കെ അവർ ഒരുപാട് വർഷത്തെ ഹ്യൂമേഴ്സ് ഉണ്ടാക്കുന്നു, കോമഡി ഉണ്ടാക്കുന്നു. അപ്പോൾ ഹ്യൂമർ ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് abstract തോട്ട്.
Logical mathematical intelligence means prefers with working numbers, logic, patterns, mathematical and abstract thoughts. ഓക്കെ, ഇപ്പൊ ലോജിക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ഈ എന്താ പറയാ മാത്സ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ, അവരെയാണ് നമ്മൾ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ലിംഗ്വിസ്റ്റിക്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. They are comfortable with words, words, language or linguistic. Comfortable with words, language and linguistic. ഈ പോയംസ് സ്റ്റോറീസ് ഒക്കെ എഴുതുന്ന ആൾക്കാരുണ്ടാവില്ലേ, ദേ ആർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. അവർക്ക് ഈ ലാംഗ്വേജ് ഡീൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. വാട്ട് ഇസ് ലിംഗ്വിസ്റ്റിക്? സ്റ്റഡി അബൌട്ട് എ സ്പെസിഫിക് ലാംഗ്വേജ് അല്ലേ. ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ്, ലിംഗ്വിസ്റ്റിക് ആണ്. ലിംഗ്വിസ്റ്റ് അല്ലെങ്കിൽ മലയാളത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആണ്. അവർ ഈ പ്രത്യേക ഭാഷകളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. അവർക്ക് ഈ വേർഡ്സ് കൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അവർക്ക് ഈ മാത്സും അധികം ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെയുള്ള വേർഡ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കഥയും കവിതയൊക്കെ എഴുതുന്ന ആൾക്കാർ. ദേ ആർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, preferred or comfortable with words, language or linguistics. Third one, musical intelligence. Musical intelligence. They can adapt music, rhythms or tonal patterns. Music, rhythms or tonal patterns. Musical intelligence പറഞ്ഞാൽ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നോട്ട് ഓൺലി ഫോർ സിംഗേഴ്സ്, കോമ്പോസിഷൻ ഒക്കെ ചെയ്യുന്നവരുണ്ടാവില്ലേ, മ്യൂസിക് കോമ്പോസിഷൻസ് ഒക്കെ ചെയ്യുന്നവർ, അവർക്ക് ഈ ഋത്തമായിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളവർ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ദേ ആർ കോൾഡ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. ദേ അഡാപ്റ്റ് മ്യൂസിക്, റിതംസ് ഓർ ടോണൽ പാറ്റേൺസ്. മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യങ്ങളും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, spatial intelligence. Spatial intelligence. They have attitude for images, visualization and understanding spatial relationship. Spatial relationship. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ പേരൊക്കെ കേട്ടാൽ അവരപ്പോൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഒരു പ്ലേസ് പറഞ്ഞു, ഒരു ലൊക്കേഷൻ, അല്ലെ ഒരു ഒബ്ജക്റ്റ്, അല്ലെ ഒരു കോൺസെപ്റ്റ്, എന്തെങ്കിലും ഒരു കാര്യം. They can try to visualize that. അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന അങ്ങനെയായിരിക്കും. സ്പേഷ്യൽ ഇന്റലിജൻസ് എല്ലാ കാര്യങ്ങളും എന്താ ഇമേജസ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യും. എന്ത് കാര്യം കേട്ട് കഴിഞ്ഞാലും ദേ കൺവേർട്ടഡ് ടു ഇമേജ്. ദാറ്റ് ഈസ് കോൾഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. കേട്ടോ, കാറ്റ് എന്ന് പറഞ്ഞു. കാറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവരത്, കാറ്റ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കാറ്റ് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ അവരത് വിഷ്വലൈസ് ചെയ്ത് നോക്കും. ദ ടേം ഇറ്റ്സെൽഫ് അവരത് വിഷ്വലൈസ് ചെയ്യുക, ആ ഇമേജ് അവരുടെ മനസ്സിൽ വരും. ദാറ്റ് ഈസ് കോൾഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. ഒരു ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ അപ്പം തന്നെ അവർ വിഷ്വലൈസ് ചെയ്ത് നോക്കും മനസ്സിൽ. ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പോൾ അറിയില്ലായിരിക്കും. ദേ ട്രൈ ടു വിഷ്വലൈസ് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. They are excellent of body awareness, control over movements, balance, effective communication through body language. Bodily kinesthetic bananda, excellent body awareness, control over movements, balance, effective communication through body language. കൂടുതലായിട്ട് ഗസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടാവുക. സ്പീക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബോഡി മൂവ്മെന്റ്സ് വെച്ചിട്ട് ബോഡി ലാംഗ്വേജ് ആയിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഓരോ ബോഡി ലാംഗ്വേജിനും, എസ്പെഷ്യലി ഡാൻസേഴ്സ് ഒക്കെ അവരുടെ ഓരോ ബോഡി മൂവ്മെന്റ്സിനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീനിങ്സ്. ലൈക്ക് ആക്ടേഴ്സ്, അവർ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി എന്ത് ചെയ്യും, ഡിഫറെന്റ് ഗസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡിഫറെന്റ് മൂവ്മെന്റ്സ് അല്ലേ. ദേ ക്യാൻ ബാലൻസ് സംതിങ്. എന്താ നമ്മൾ ഈ ജിംനാസ്റ്റിക് ഒക്കെ പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്ക് കുറേ ടൈം ബാലൻസ് ഒക്കെ ചെയ്ത് നിർത്താനൊക്കെ പറ്റും. അപ്പം അങ്ങനെ ഈ അത്ലറ്റ്സിനൊക്കെ സ്പോർട്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവർ കുറേ ടൈം ബാലൻസ് ഒക്കെ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
അപ്പം അവർ മെയിൻലി എന്തിനെ കുറിച്ച് അവെയർ ആണ്? ബോഡി മൂവ്മെന്റ്സിനെ കുറിച്ച്, ബോഡി അവയർനെസ് ആണ് അവർ. ഓക്കെ, ദേ ആർ എക്സലന്റ്ലി അവെയർ ഓഫ് ബോഡി. They can communicate through body languages. Next one, interpersonal intelligence. Next one, interpersonal intelligence. They can provide empathy, capability for teamwork, interpersonal communication. Interpersonal intelligence എന്താ? They provide empathy, capability for teamwork, and interpersonal communication. Interaction oriented ആയിരിക്കും അവർ. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ററാക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും. അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനും എംപതി പ്രൊവൈഡ് ചെയ്യാനൊക്കെ പറ്റും. എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ നോട്ട് സിമ്പതി, എംപതി, മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റും. ദാറ്റ് ഈസ് എംപതി അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പ്രൊവൈഡ് എംപതി, capability for teamwork and interpersonal communication. They can maintain strong relationship with others. They always enjoying work with the teams, not individual work. They can enjoying work with the teams. Friendship ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ, that is called interpersonal communication. Next one, intrapersonal intelligence. Intrapersonal intelligence. They are highly self-aware, interested in higher truth and rich inner life. Intrapersonal എന്താണ്? Highly self-aware and rich inner life. നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ടാവില്ലേ? സെൽഫ് അവെയർ, നമ്മളെക്കുറിച്ചേ ചിന്തയുണ്ടാവും, മറ്റുള്ളവരെ കുറിച്ച് ഇന്നർ ലൈഫാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ഇല്ല. They cannot maintain relationship with others. They have no friends and all. Only aware of ourselves. Think of ourselves. That is called intrapersonal intelligence. Last one, naturalist intelligence. Appreciation and respect for all life forms. They can able to draw inspiration from the nature and conscious of one's relationship with nature. What is naturalistic intelligence? Appreciation and respect for all of the life form. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമുക്ക് സ്വന്തമായിട്ട് അപ്രീസിയേഷൻ കിട്ടാനും ഒക്കെ അവർക്ക് ഭയങ്കര റെസ്പെക്ട് ഒക്കെ ഇഷ്ടമുള്ളവരായിരിക്കും. റെസ്പെക്ട് ചെയ്യാം, മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യാം, അപ്രിഷിയേറ്റ് ചെയ്യാം, എൻകറേജ് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എന്ത് പറയാം? നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ്. They can able to draw inspiration from the nature and conscious of one's relationship with nature. അവർ കുറേ കാര്യങ്ങൾ ഈ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും, ആരും പറഞ്ഞു കൊടുക്കും, അവർ കുറേ കാര്യങ്ങൾ നേച്ചറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അച്ചീവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം പ്രകൃതി അല്ല, നേച്ചർ അല്ലേ, ആ പ്രകൃതിയായിട്ട് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഫോറസ്റ്റ്, പിന്നെ പ്ലാന്റ്സ്, ആനിമൽസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസിന് വിഷമങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ്. Each individual is predominant intelligence can help streamlining communication. Okay, all individuals have one of the intelligence. ഈ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇന്റലിജൻസ് എല്ലാ ഹ്യൂമൻ ബീങ്സിലും ഉണ്ടാവും, അത് ഉറപ്പാണ്. ബട്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസും ഉണ്ടാവുക. ഇപ്പൊ ചില ആൾക്കാർ നാച്ചുറലിസ്റ്റും ആയിരിക്കാം, ഇന്റർപേഴ്സണൽ ആയിരിക്കാം, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ ആയിരിക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഡു യു ഹാവ്. അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഏത് ഇന്റലിജൻസ് ആണ് ഉള്ളതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം, എന്നിട്ട് അവെയർ ചെയ്യുക, അതിനെക്കുറിച്ച് അവെയർ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. സോ Dr. Howard Gardner proposed theory of intelligence. It consists of 8 different types of intelligence, that is logical, mathematical,
linguistic, musical, spatial, bodily kinesthetic, interpersonal, intrapersonal, and naturalist intelligence. എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ എത്രയോ ഉണ്ടാവും, ചിലപ്പോൾ 8 ഉള്ള ആൾക്കാരുണ്ടാവും. അത് ഏതൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. യു ഹാവ് ടു put effort to develop those intelligence and make strong. That is the main thing. Okay.